I stand with you against the disorder. Presentation by BA Economics students. Hi all, I am Shraddha Haridas, so welcome to the seminar. I stand with you against the disorder by Jeannette Armstrong. I stand with you against the disorder. ഈ തിന്മകൾക്കെതിരായി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. കാനഡയിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി നോവലിസ്റ്റാണ് ജെനറ്റ് ആംസ്ട്രോങ്. അവരുടെ ജീവിതം മുഴുവൻ തന്നെ തൻ്റെ വംശത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായുള്ള ഒരു യുദ്ധമായിരുന്നു. കാനഡയിലെ ആദിവാസികളെപ്പറ്റി ജനങ്ങളുടെ ഇടയിൽ പല മുൻവിധികളും തെറ്റിദ്ധാരണകളുമുണ്ട്. ജെനറ്റിൻ്റെ എഴുത്തിൻ്റെ പ്രധാന ഉദ്ദേശം അവിടുത്തെ ചെറുപ്പക്കാരെ നാടൻ സംസ്കാരവും അവരുടെ ചരിത്രവും പഠിപ്പിക്കുക എന്നതായിരുന്നു. I stand with you against the disorder is an article written in 2005. ഈ ലേഖനം 2005 എഴുതിയത്. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ദൂഷ്യവശങ്ങളാണ് ജെനറ്റ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. അതായത് ഡിസ്ട്രക്റ്റീവ് എഫക്ട്സ് ഓഫ് ദി ഗ്ലോബൽ എക്കോണമി. ഈ വ്യവസ്ഥയിൽ അവരുടെ സമൂഹത്തിലെ ആൾക്കാരെ വെറും കൂലിപ്പണിക്കാരായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഭൂമി സ്വകാര്യവൽക്കരിക്കുന്നതും അതിലെ വിഭവസമ്പത്തുകൾ അമിതമായി ചൂഷണം ചെയ്യപ്പെടുന്നതും അവിടുത്തെ ആദിവാസികളെ ഇരകളായി മാറ്റുന്നു. They also become victims of privatization of a land and thoughtless exploitation of resources. സാംസ്കാരിക അധിനിവേശത്തിന് എതിരായുള്ള അവരുടെ മുറവിളിയാണ് ഈ ലേഖനം. അതോടൊപ്പം തന്നെ പാശ്ചാത്യ ആശയങ്ങളെയും വികസനത്തിൻ്റെയും പുരോഗതിയെയും പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടുകളെയും ജെനറ്റ് അപലപിക്കുന്നു. I am from the Okanagan, a part of British Columbia that is very dry and hot. Around my birthplace are two rocky mountain ranges. They cascade on one side and the Selkirks on the other. The main river that flows through our lands is the Columbia. In the first paragraph, Jeannette Armstrong പറയുന്നത് താൻ എവിടെ നിന്നാണ് വരുന്നത്, തൻ്റെ സ്ഥലം ഏതാണ്, അതിനെക്കുറിച്ചുള്ള കുറച്ച് പ്രത്യേകതകളുമാണ് പറയുന്നത്. I am from the Okanagan, a part of British Columbia. ഞാൻ വരുന്നത് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒക്കനാഗൻ എന്ന പേരുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അതുപോലെ ദാറ്റ് ഈസ് വെരി ഡ്രൈ ആൻഡ് ഹോട്ട്. അത് ഭയങ്കര ചൂടുള്ളതും വരണ്ടതുമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഒക്കനാഗൻ എന്ന് പറയുന്നത്. മറ്റൊരു സവിശേഷത, എൻ്റെ ഈ ബർത്ത് പ്ലേസ്, അതായത് ജെനറ്റിൻ്റെ ഈ ബർത്ത് പ്ലേസ് 2 റോക്കി മൗണ്ടെയിൻ റേഞ്ചസാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. 2 മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പേരും പറയുന്നുണ്ട്. ഒരു സൈഡിൽ കാസ്കേഡ് എന്ന് പറഞ്ഞ മലനിരയും മറ്റൊരു സൈഡിൽ സെൽക്കിക്സ് എന്ന പേരുള്ള മലനിരയും. ആൻഡ് ദ റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ അവർ ലാൻഡ്സ് ഈസ് ദി കൊളംബിയ. അതായത് കൊളംബിയ റിവർ, കൊളംബിയ നദി ഒഴുകുന്നത് ഞങ്ങളുടെ നാട്ടിൽ കൂടിയാണ്. ഇതുവരെ പറഞ്ഞത് എൻ്റെ നാട് ഒക്കനാഗനാണ്, ബ്രിട്ടീഷ് കൊളംബിയയുടെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്, വെരി ഡ്രൈ ആൻഡ് ഹോട്ട് ആയിട്ടുള്ള ഒരു പ്ലേസാണ്, 2 റോക്കി മൗണ്ടെയിൻ റേഞ്ചസാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു, കാസ്കേഡും സെൽക്കിക്സ് എന്നാണ് പേര്. അതുപോലെ കൊളംബിയ നദി ഒഴുകുന്നത് ഞങ്ങളുടെ നാട്ടിൽ കൂടിയാണ്. ഇതാണ് ഒക്കനാഗനെ കുറിച്ച് നമുക്ക് തരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. മൈ മദർ ഈസ് എ റിവർ ഇന്ത്യൻ. ദി കെറ്റിൽ റിവർ പീപ്പിൾ ആർ ഇൻ ചാർജ് ഓഫ് ദി ഫിഷറീസ് ഇൻ ദി നോർത്തേൺ പാർട്ട് ഓഫ് ദി കൊളംബിയ റിവർ സിസ്റ്റം ഇൻ അവർ ടെറിട്ടറീസ്. സെക്കൻഡ് പാരഗ്രാഫിൽ ജെനറ്റ് തൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ അമ്മ ഒരു റിവർ ഇന്ത്യൻ ആണ്. മൈ മദർ ഈസ് എ റിവർ ഇന്ത്യൻ. റിവർ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബാണ്, ഒരു വംശമാണ്. കൊളറാഡോ റിവർ ഇന്ത്യൻ ട്രൈബാണത്. ദി കെറ്റിൽ റിവർ പീപ്പിൾ ആർ ഇൻ ചാർജ് ഓഫ് ദി ഫിഷറീസ് ഇൻ ദി നോർത്തേൺ പാർട്സ് ഓഫ് ദി കൊളംബിയ റിവർ സിസ്റ്റം ഇൻ അവർ ടെറിട്ടറീസ്. അതായത് കൊളംബിയ റിവറിൻ്റെ നോർത്തേൺ ഭാഗങ്ങളിൽ, വടക്കൻ ഭാഗങ്ങളിൽ ഫിഷറീസിൻ്റെ ചുമതലയെല്ലാം നോക്കി നടത്തുന്നത് കെറ്റിൽ റിവർ പീപ്പിളാണ്, കെറ്റിൽ റിവർ ജനതയാണ്. കൊളംബിയ റിവറിൻ്റെ വടക്കൻ ഭാഗങ്ങളിലെ ഫിഷറീസിൻ്റെ ചുമതല നോക്കി നടത്തുന്നത് കെറ്റിൽ റിവർ ജനതയാണ്. മൈ ഫാദേഴ്സ് പീപ്പിൾ ആർ മൗണ്ടെയിൻ പീപ്പിൾ. ദേ ഓക്യുപ്പൈഡ് ദി നോർത്തേൺ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ നോൺ ആസ് ദി ഒക്കനാഗൻ വാലി. മൈ ഫാദേഴ്സ് പീപ്പിൾ വെർ ഹണ്ടേഴ്സ്. മൈ നെയിം ഈസ് പാസ്ഡ് ഓൺ ഫ്രം മൈ ഫാദേഴ്സ് സൈഡ് ഓഫ് ദി ഫാമിലി ആൻഡ് ഈസ് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സ് നെയിം. തേർഡ് പാരഗ്രാഫിൽ ജെനറ്റ് തൻ്റെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്. അമ്മയെക്കുറിച്ച് നമ്മൾ കേട്ടു, റിവർ ഇന്ത്യൻ ആണെന്ന്. അതുപോലെ അച്ഛൻ മൗണ്ടെയിൻ പീപ്പിൾ ആണെന്ന് പറയുന്നു, ഗിരിവർഗ്ഗക്കാരാണെന്ന് പറയുന്നു. ദേ ഓക്യുപ്പൈഡ് ദി നോർത്തേൺ പാർട്ട് ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ. ബ്രിട്ടീഷ് കൊളംബിയയുടെ നോർത്തേൺ പാർട്ടിലെ വടക്കൻ ഭാഗത്താണ് അവർ ജോലി ചെയ്യുന്നത്. നോൺ ആസ് ദി ഒക്കനാഗൻ വാലി, ഒക്കനാഗൻ വാലി എന്ന് പറയും.
മൈ ഫാദേഴ്സ് പീപ്പിൾ വെർ ഹണ്ടേഴ്സ്. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ നായാട്ടുകാരാണ്. ആൻഡ് മൈ നെയിം ഈസ് പാസ്ഡ് ഓൺ ഫ്രം മൈ ഫാദേഴ്സ് സൈഡ് ഓഫ് ദി ഫാമിലി ആൻഡ് ഈസ് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സ് നെയിം. അതും കൂടി പറയുന്നുണ്ട്. അതായത് എൻ്റെ പേര് അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നും കൈമാറി വന്നതാണ്. എന്താണ് ആ പേര്? മൈ ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സ് നെയിം. എൻ്റെ മുത്തശ്ശിയുടെ പേരാണ് എനിക്ക് കിട്ടിയത് എന്നാണ് പറയുന്നത്. അതായത് ജനറ്റിൻ്റെ ഈ പേരെന്ന് പറയുന്നത് മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയതാണ്. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നും കൈമാറി വന്നതാണ്. I am associated with my father's side, but I have a right and a responsibility to the river through my mother's birth and my family education. So, that is who I am. ഈ ഒരു പാരഗ്രാഫിൽ ജനറ്റ് പറയുന്നു, ഐ ആം അസോസിയേറ്റഡ് വിത്ത് മൈ ഫാദേഴ്സ് സൈഡ്, ബട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിലും ഐ ഹാവ് എ റൈറ്റ് ആൻഡ് എ റെസ്പോൺസിബിലിറ്റി ടു ദി റിവർ. എനിക്ക് നദിയോടും നദീജനങ്ങളോടും ഉത്തരവാദിത്വവും കടപ്പാടും ഉണ്ടെന്നാണ് പറയുന്നത്. ത്രൂ മൈ മദേഴ്സ് ബർത്ത് ആൻഡ് മൈ ഫാമിലി എഡ്യൂക്കേഷൻ. എൻ്റെ അമ്മയുടെ ജനനം വഴി, അതുപോലെ ഞാൻ നേടിയ ഫാമിലി എഡ്യൂക്കേഷൻ വഴിയാണത്. സോ ദാറ്റ് ഈസ് ഹൂ ഐ ആം. I would like to invite my friend Gopika Manoj for taking the next portion of this chapter. I am Gopika Manoj. Welcome to my seminar. In the previous session, we are discussed about the author, her family and her birthplace. In this paragraph, we are going to discuss what an Okanagan is. When I introduce myself to my own people in my own language, I describe these things because it tells them what my responsibilities are and what my goal is, what I need to carry with me, what I project, what I teach and what I think, what I must do, what I can't do. അതായത് എൻ്റെ സ്വന്തം ഭാഷയിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ വിവരിക്കുന്നു. കാരണം ഇതെൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നും എൻ്റെ ലക്ഷ്യം എന്താണെന്നും എന്നോടൊപ്പം കൊണ്ടുപോകേണ്ടത് എന്താണെന്നും ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്താണെന്നും ഞാൻ പഠിപ്പിക്കുന്നത് എന്താണെന്നും ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നും ഞാൻ എന്തു ചെയ്യണം, എനിക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നിവ വിവരിക്കുന്നു. ദ വേ വി ടോക്ക് അബൌട്ട് അവർ സെൽഫ്സ് ആസ് ഒക്കനാഗൻ പീപ്പിൾ ഈസ് ഡിഫിക്കൽട്ട് ടു റിപ്ലിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. ഒക്കനാഗൻ ജനത എന്ന നിലയിൽ നാം നമ്മെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ്. When we say the Okanagan word for ourselves, we are actually saying the ones who are dream and land together. ഞങ്ങൾക്കായി ഒക്കനാഗൻ പദം പറയുമ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് സ്വപ്നം കാണുകയും ഒന്നിച്ചിറങ്ങുകയും ചെയ്യുന്നവർ എന്നാണ്. ദാറ്റ് ഈസ് അവർ ഒറിജിനൽ ഐഡൻറ്റിറ്റി. അതാണ് ഞങ്ങളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി. ബിഫോർ എനിത്തിങ് എൽസ് വി ആർ ദി ലിവിങ് ഡ്രീമിങ് എർത്ത് പീസസ്. മറ്റെന്തിനേക്കാളും മുൻപ് ഞങ്ങൾ ജീവനുള്ളതും സ്വപ്നം കാണുന്നതുമായ ഭൂമി കഷ്ണങ്ങളുമാണ്. ഡ്രീം ഈസ് ദി ക്ലോസസ്റ്റ് വേർഡ് ദാറ്റ് അപ്രോക്സിമേറ്റ് ദി ഒക്കനാഗൻ. ഒക്കനാഗനെ ഏകദേശമായി കണക്കാക്കുന്ന ഏറ്റവും അടുത്ത വാക്കാണ് സ്വപ്നം. ബട്ട് അവർ വേർഡ് ഡസ് നോട്ട് പ്രിസൈസ്ലി മീൻ ഡ്രീം. പക്ഷേ നമ്മുടെ വാക്ക് കൃത്യമായി സ്വപ്നം അർത്ഥമാക്കുന്നില്ല. ഇറ്റ് ആക്ച്വലി മീൻ ദി അൺസീൻ പാർട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. അതിൻ്റെ അർത്ഥം മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ അദൃശ്യമായ ഭാഗം എന്നാണ്. ഇറ്റ് മേ ബി ദി മൈൻഡ് ഓഫ് സ്പിരിറ്റ് ഓർ ഇൻ്റലക്റ്റ്. അത് മനസ്സോ ആത്മാവോ അല്ലെങ്കിൽ ബുദ്ധിയോ ആകാം. വി ആർ ദി മൈൻഡ് ആസ് വെൽ ആസ് മാറ്റർ. വി ആർ ദ ഡ്രീം, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഒരേ സമയം നാം മനസ്സും ഭൗതിക വസ്തുവുമാണ്. നെക്സ്റ്റ് let me welcome Natasha to take over the next section. Thank you. Hi, I am Natasha PS. I am from BA Economics. Welcome to my session. ഡ്രീം എന്നത് വെറും ഒരു ഡ്രീമല്ല, മറിച്ച് മനുഷ്യനായുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കാണാത്ത ഭാഗം എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സും ശരീരവും ഉള്ളവരാണ്. അതുപോലെ ടുഗദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ഈ പാരഗ്രാഫിലൂടെ പറയാൻ പോകുന്നത്. Another part of the word means that if you take a number of strands of hair or twine, place them together, and then rub your hands and bind them together, they become one strand. You use this thought symbolically when you make twine, thread, and coiled baskets. This part of the word refers to us being tied into and part of everything else. It refers to the dream parts of ourselves forming our community. ഈ വാക്കിൻ്റെ മറ്റൊരു ഭാഗം, അതായത്
ടുഗദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ജെനറ്റ് പറയുന്നത്. നിങ്ങൾ ധാരാളം മുടിയിഴകൾ അല്ലെങ്കിൽ ട്വൈൻ അഥവാ നൂൽ എടുക്കുകയാണെങ്കിൽ അവയെ ഒന്നിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈകൾ കൊണ്ട് തടവി അവയെ ഒന്നിച്ച് ബന്ധിപ്പിക്കുകയാണെങ്കിൽ അവ ഒരു സ്ട്രാൻഡായി മാറും. അതായത് കുറച്ചുകൂടി കട്ടിയായിട്ട് മാറും. നിങ്ങൾ ട്വൈൻ അല്ലെങ്കിൽ ത്രെഡ് ഉണ്ടാക്കുമ്പോൾ ഈ ചിന്തയെ പ്രതീകാത്മകമായി ഉപയോഗിക്കുക. ഒപ്പം കോയിൽഡ് ബാസ്ക്കറ്റ്സും. ഈ വേർഡിന്റെ ഭാഗം നമ്മളെയും മറ്റുള്ള എല്ലാതുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ടതിനെയും മറ്റ് എല്ലാത്തിനെയും സൂചിപ്പിക്കുന്നു. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്ന സ്വപ്ന ഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സ്വപ്നം എന്നത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അതായത് ഡ്രീം എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്ന, നമ്മുടെ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നതിനെ കുറിച്ചാണ് ജെനറ്റ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. I explain this to try to bring our whole society closer to that kind of understand, because without that deep connection to the environment, to the earth, to what we actually are, to what humanity is, we lose our place and confusion and chaos enter. In this paragraph, ജെനറ്റ് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള ധാരണകളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നതിനാണ് ഞാനിത് വിശദീകരിക്കുന്നത്. കാരണം പരിസ്ഥിതിയുമായും ഭൂമിയുമായും, അതായത് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്നും മനുഷ്യത്വം എന്താണെന്നും ഉള്ള ആഴത്തിലുള്ള ബന്ധം ഇല്ലാതെ വന്നാൽ ആശയക്കുഴപ്പങ്ങൾക്കും ദുരന്തങ്ങൾക്കും വഴിവെക്കുകയും നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ പരിസ്ഥിതിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കാണിക്കുവാനാണ് ജെനറ്റ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത്തരമൊരു ബന്ധമില്ല എങ്കിൽ, അതായത് ജനങ്ങൾക്ക് പരിസ്ഥിതിയുമായി ഒരു ഡീപ്പ് കണക്ഷൻ ഇല്ല എങ്കിൽ ആശയക്കുഴപ്പങ്ങൾക്കും അതുപോലെ തന്നെ ദുരന്തങ്ങൾക്കും വഴിവെക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ വി ലോസ് അവർ പ്ലേസ്, നമ്മൾക്ക് നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് ജെനറ്റ് ഈ പാരഗ്രാഫിലൂടെ പറയുന്നത്. I would like to welcome Hansia Abini to handle the next session. Hi friends, after a long time it's me Hansia. Firstly, I thanks to Babadamis for providing such an opportunity. Let's go to our session. I stand with you against the disorder. Jeannette Armstrong. When we Okanagans speak of ourselves as individuals, we speak of four main capacities that operate together: the physical self, the emotional self, the thinking intellectual self, and the spiritual self. The four selves join us to the rest of creation. Throughout this chapter, author Jeannette Armstrong discussed about her community, her Okanagan community. Now we are going to study four main capacities of Okanagan individual that operate together. What are that? First one, the physical self. Second one, the emotional self. Then the third one, the thinking intellectual self. And the last one, spiritual self. ഫോർ കപ്പാസിറ്റീസ് ഓപ്പറേറ്റ് ടുഗെദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേറ്റ് ടുഗെദർ എന്ന് പറയുമ്പോൾ ഈ 4 കപ്പാസിറ്റികളും ഒരുമിച്ചാണ് ഒരു ഇൻഡിവിജ്വലിൽ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ബോഡി. ഇൻ ഹ്യൂമൻ ബോഡി വി ക്യാൻ സീ ഡിഫറെൻറ്റ് ഓർഗൻസ്. വൺ ഈസ് നോട്ട് എബവ് ദ അതർ, അല്ലേ? ഓരോന്നിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാതും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ വേണം. ലൈക്ക് ദാറ്റ് ഇൻ ദ ക്രിയേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ, these four capacities operate together. Each one carry equal weightage. Okanagans teach that the body is earth itself. Our flesh, blood and bones are earth body. In all cycles in which earth moves, so does our body. We are everything that surrounds us, including the vast forces we only glimpse. If we cannot continue as an individual life form, we dissipate back into the larger self. ഫസ്റ്റ് കപ്പാസിറ്റിയായ ഫിസിക്കൽ സെൽഫിനെ കുറിച്ചാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത്. ഫിസിക്കൽ സെൽഫ് എന്ന് പറയുമ്പോൾ ബോഡി, അവർ ഫിസിക്കൽ അപ്പിയറൻസ്. Okanagans consider body as earth itself. They teach that our body, which comprises that the flesh, blood, bones, is earth itself. ഹ്യൂമൻ ബോഡി കംപ്രൈസ് ചെയ്യുന്ന ഫ്ലഷ്, ബ്ലഡ്, ബോൺസ്
ഇതെല്ലാം എർത്ത് തന്നെയാണെന്നാണ് പറയുന്നത്. അവർ ബോഡി ഈസ് എർത്ത് ഇറ്റ് സെൽഫ് എന്നാണ് ഒക്കനാഗൻസിനെ സംബന്ധിച്ചിടത്തോളം. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു രീതിയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വി ബോൺ ഫ്രം എർത്ത് അല്ലേ, ആഫ്റ്റർ അവർ ഡെത്ത് വി ഡിസോൾവ്ഡ് വിത്ത് എർത്ത്. അതുപോലെ എർത്തിൻ്റെ സൈക്കിൾസ്, ഫോഴ്സസ്, ഇതിൻ്റെ ഒക്കെ ഒപ്പമാണ് നമ്മളുടെ ബോഡിയും നീങ്ങണേന്നാണ് ഇവിടെ ഓതർ പറയുന്നത്. ദെൻ ഷീ ടെൽ ടു us, if we cannot continue as a individual form, we go back to the earth. ഒരു ഇൻഡിവിജ്വലായിട്ട് നമുക്ക് തുടരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യണേ, മണ്ണിലേക്ക് തന്നെ മടങ്ങുകയാണ്, നമ്മൾ മരിച്ച മണ്ണിനോട് തന്നെ ചേരുകയാണ്. As Okanagans, we say the body is sacred. It is the core of our being, which permits the rest of the self to be. It is the great gift of our existence. Our word for body literally means the land dreaming capacity. പരിശുദ്ധമായിട്ടുള്ള ഒന്നായിട്ടാണ് ഒക്കനാഗൻസ് ബോഡിയെ കാണുന്നത്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഗിഫ്റ്റ് ഓഫ് എക്സിസ്റ്റൻസ് ആണ്. കോർ ഓഫ് ബീയിങ് വിച്ച് പെർമിറ്റ് ദ റെസ്റ്റ് ഓഫ് ദ സെൽഫ് ടു ബി. മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോറും കൂടിയാണ് ഫിസിക്കൽ സെൽഫ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് we can understand how they value, how Okanagans value human body അല്ലേ. For the physical self, Okanagans use the word land dreaming capacity. അതുകൊണ്ട് തന്നെ അവർ അതിന് ആ ഫിസിക്കൽ സെൽഫിന് അവർ ഒക്കനാഗൻസ് യൂസ് ചെയ്യുന്ന വേർഡ് ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി എന്നാണ്. The next one is emotional self. Emotional self is that which connects to other part of our larger selves around us. We use a word that translates as heart. It is a capacity to form bonds that translate as heart. It is a capacity to form bonds with a particular aspect of our surroundings. We say that we as people stay connected to each other, our land, and all things by our heart. Through emotional self, we stay connected to each other. I hope it is clear. Then we go to the third point, thinking intellectual self. The thinking intellectual self has another name in Okanagan. Our word for thinking or logic and storage of information memory is difficult to translate into English. The words that come closest in my interpretation mean the spark that ignites. We use the term that translates as directed by the ignited spark to refer to analytical thought. In the Okanagan language, this means the other capacities we engage in when we take action are directed by the spark of memory once it is ignited. തിങ്കിങ് ആൻഡ് ഇൻ്റലക്ച്വൽ സെൽഫിന് ക്ലിയർ ആയിട്ടുള്ളൊരു പദം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമ്മുടെ ഓഥർ ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ ഇമോഷണൽ സെൽഫിന് ഹാർട്ട് എന്നുള്ള വേർഡാണ് ഒക്കനാഗൻസ് പറയണതെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വേർഡ് തിങ്കിങ് ആൻഡ് ഇൻ്റലക്ച്വൽ സെൽഫിനോട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് ഓഥർ പറയുകയാണ്. In the beginning of the chapter, we already said that the author is not sure she will able to convey the same feelings to us, because when we translate something from its original form, in the translation process may lose its core essence. അല്ലേ, അതിൻ്റെ ഒറിജിനലായിട്ടുള്ളൊരു ഫോമിൽ നിന്ന് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ വാക്കുകളൊക്കെ, പക്ഷെ അതിൻ്റെ കോറായിട്ടുള്ള എസെൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഒക്കനാഗൻസ് കമ്മ്യൂണിറ്റീനൊക്കെ അവരുടെ ആ ഒരു കൾച്ചറിനെയും ഹെറിറ്റേജിനെയും ഒക്കെ വെസ്റ്റേണൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, മോഡേണൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എസെൻസിനെ പറ്റി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഓഥർ നമ്മളെ. ഇവിടെ നമ്മുടെ ഓഥർ തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫിന് ക്ലോസറ്റ് ആയിട്ടുള്ളൊരു വേർഡ് പറയുന്നത് ദ സ്പാർക്ക് ദാറ്റ് ഇഗ്നൈറ്റ്സ് എന്നാണ്. അതായത് എവറി ആക്ഷൻ ഡയറക്റ്റഡ് ബൈ ദ ഒക്കനാഗൻ ബൈ ദ സ്പാർക്ക് ഓഫ് ദെയർ മെമ്മറി, ദെയർ ബ്രെയിൻ. ലാസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞതാണ് സ്പിരിച്വൽ സെൽഫ്. ആക്ച്വലി ഷീ ഡസ് നോട്ട് എക്സ്പ്ലെയിൻഡ് അബൌട്ട്
spiritual self here, but we can understand that the spiritual self is the part of all the other three. When these three are developed, may leads to the development of spiritual self. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ 3 പോയിന്റുകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ തന്നെ അത് സ്പിരിച്വൽ സെൽഫായി അല്ലേ. അപ്പോൾ ഷീ ഈസ് നോട്ട് ഗിവിങ് മച്ച് എക്സ്പ്ലനേഷൻ ഫോർ ദ സ്പിരിച്വൽ സെൽഫ് ഹിയർ. Till we discussed about 4 capacities of Okanagans. Not only the Okanagans but also every human being tried to operate these 4 capacities together will be the best. I hope all are understood. The educational pattern of Okanagans Vishnu will share with us. Thank you. Hi all, I am Nefisa Misriya. Welcome to my session. We know that in our traditional Okanagan method of education, we must be disciplined to work in concern with the other self to engage ourselves beyond our automatic response capacity. ഇവിടെ റൈറ്റർ പറയുന്നത് മനുഷ്യർക്കൊരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് കപ്പാസിറ്റി ഉണ്ട്, അതായത് സ്വയം പ്രവർത്തിക്കുന്ന പ്രതികരണ ശേഷി. അതിൻ്റെ അപ്പുറത്തേക്ക് എൻഗേജ് ചെയ്യണമെങ്കിൽ മറ്റുള്ള 4 സെൽഫുകളുടെ യോജിച്ചുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണ്. ആ 4 സെൽഫുകൾ ഫിസിക്കൽ സെൽഫ്, ഇമോഷണൽ സെൽഫ്, തിങ്കിങ് ആൻഡ് ഇൻ്റലക്ച്വൽ സെൽഫ്, സ്പിരിച്വൽ സെൽഫ്. പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ ഇത് ഉൾപ്പെടുന്നുണ്ടെന്നാണ് ജെനറ്റ് പറയുന്നത്. We know too that unless we always join this thinking capacity to the heart self, its power can be a destructive force both to ourselves and to the larger self that surround us. A fire that is not controlled can destroy. ഇവിടെ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഹാർട്ട് സെൽഫുമായി ശരിയായിട്ട് കൂട്ടിച്ചേർത്തിരിക്കണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അതിൻ്റെ ഭവിഷ്യത്ത് നമുക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതിനെ റൈറ്റർ ഒരു തീയിനോടാണ് ഉപമിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിയന്ത്രിക്കപ്പെടാത്ത തീക്ക് അതിൻ്റെ ചുറ്റുള്ളതെല്ലാം നശിപ്പിക്കാനായിട്ട് കഴിയും. അതുപോലെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നാണ് റൈറ്റർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. The Okanagan teach that each person is born into a family and a community. No person is born isolated from those two things. As an Okanagan, you are automatically a part of the community you belong. All within family and community are affected by the actions of anyone individual. ഇവിടെ പറയുന്നത് ഒക്കാനഗൻ പഠിപ്പിക്കുന്നത് ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിലേക്കും ഒരു കമ്മ്യൂണിറ്റിയിലേക്കുമാണ് ജനിച്ചു വീഴുന്നത്. ഒരു വ്യക്തിയും ഇത് രണ്ടിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയില്ല. നിങ്ങളൊരു ഒക്കാനഗനാകുന്നതോടെ ഓട്ടോമാറ്റിക്കലി ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിത്തീരുന്നു എന്നാണ് ജെനറ്റ് പറയുന്നത്. ഒരാളുടെ പ്രവൃത്തി അയാളുടെ കുടുംബത്തെയും കമ്മ്യൂണിറ്റിയെയും ബാധിക്കും. അയാൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ അതങ്ങനെ ബാധിക്കും, മറിച്ച് ചീത്തയാണെങ്കിൽ അതങ്ങനെ. ഇനി റൈറ്റർ യൂണിറ്റി ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പറയുന്നത്. ദ കപ്പാസിറ്റി ടു ബോൺ ഈസ് ക്രിറ്റിക്കൽ ടു ഇൻഡിവിജ്വൽ വെൽനെസ്. Without it, the person is said to be crippled or incapacitated and lifeless. Not to have community or family is to be scattered or falling apart. പരസ്പര ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ഓരോ ഇൻഡിവിജ്വലിൻ്റെ ക്ഷേമത്തിനും സൗഖ്യത്തിനും അനിവാര്യമാണ്. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തവന് ക്രിപ്പിൾഡും ലൈഫ്ലെസ്സും ആണെന്നാണ് ജെനറ്റ് പറയുന്നത്. അതേപോലെ തന്നെ ഫാമിലിയും കമ്മ്യൂണിറ്റിയും ഇല്ലാത്ത ഒരാളുടെ ലൈഫ് ചിതറിക്കെടുക്കുകയോ അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാവുകയോ ചെയ്യുന്നതിന് തുല്യമാണ്. ഈ 2 പാരഗ്രാഫിലായിട്ട് റൈറ്റർ പറയുന്നത് ഒരാൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫാമിലിയും കമ്മ്യൂണിറ്റിയും അത്യാവശ്യമാണ്. ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ്. I would like to invite my friend Vishnu for handling another session of this seminar. I am Vishnu PS. ഞാൻ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. തുടങ്ങാം. The Okanagan refers to relationship to other by a word that means our one skin. This means that we share more than a place. We share a physical tie that is uniquely human. Okanagan മറ്റുള്ളവരുമായി ബന്ധം സൂചിപ്പിക്കുന്നത് അവർ വൺ സ്കിൻ എന്ന വേർഡ് ഉപയോഗിച്ചാണ്. അതിനർത്ഥം ഒരു പ്ലേസ് ഷെയർ ചെയ്യുന്നതിലുപരി ശാരീരികമായ ഒരു ഫിസിക്കൽ ഒരു ബന്ധം നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്.
It also means that the bond of community and family includes the history of many who came before us and the many ahead of us who share our flesh. അതായത് നമുക്ക് ശേഷം വരാനിരിക്കുന്നവരും നമുക്ക് മുന്നേ വന്നവരുടെ ഹിസ്റ്ററിയും ആണ് കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി എന്ന ബോണ്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. We are tied together by those who brought us here and gave us a blood and gave us place. അതായത് നമ്മൾ ഇരുവരുമായി ഒരു ബന്ധം നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്. ഒരു രക്തബന്ധം ഒരു പ്ലേസ് ഷെയർ ചെയ്യുന്നതിലുപരി ഒരു രക്തബന്ധം നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്. Our most serious teaching is the community comes first in our choice, then family, and then ourselves as individuals. Because without community and family, we are truly not human. ഈ ഒക്കെ സീരിയസ് ആയി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ചോയ്സിൽ വരുന്നത് കമ്മ്യൂണിറ്റിയും സെക്കൻഡാമത് ചോയ്സായി വരുന്നത് ഫാമിലിയും അത് കഴിഞ്ഞാണ് അവർ സെൽഫ് വരുന്നത്. ബിക്കോസ് കാരണം കമ്മ്യൂണിറ്റിയും ഫാമിലിയും ഇല്ലാതെ അവർ സെൽഫില്ല, മനുഷ്യരില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം എത്ര ഉള്ളൂ. താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.